ചിന്തിച്ച ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉള്ള വിഷയത്തോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ നാം ആഗ്രഹിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ദാനിയേൽ 12:44 ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തും സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ദൈവരാജ്യം മുമ്പേ ഉണ്ട് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത രാജ്യത്തും സ്ഥാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ചെയ്യാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ദൈവരാജ്യം മുമ്പേ ഉണ്ട് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഭാവി കാലത്തല്ലേ ദൈവരാജ്യം സ്ഥാപിതമാകുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഭൂതകാല ദൈവരാജ്യം, വർത്തമാനകാല ദൈവരാജ്യം, ഭാവികാല ദൈവരാജ്യം, അതുപോലെ നിത്യയുഗ സ്വർഗരാജ്യം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ചോദ്യം അവിടെ നിന്ന് തീരാൻ അത് അറിയാനുള്ളതേ ഉള്ളൂ. ഇവിടെ ഭാവികാല ദൈവരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സകല രാജ്യങ്ങളെ നീക്കി യേശു കർത്താവ് തന്റെ രാജ്യം സ്ഥാപിക്കും. അത് ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല എന്നതുകൊണ്ട് പഴയ നിയമത്തിൽ ദൈവരാജ്യം ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് സാധാനിക സാമ്രാജ്യത്വം ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ മാത്രമേ ഭരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അന്ന് വിശുദ്ധന്മാർ ഏത് യുഗത്തിലെ ഉൾപ്പെടുന്നു? ഏത് രാജ്യത്തിലെ വിടുന്നത്? പറഞ്ഞാൽ സാധാരണ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നോ? അവന്റെ രാജ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവന്റെ മാത്രമേ രാജ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവര് ബാക്കിയുള്ള ആരെവിടെ വരും? ദൈവരാജ്യത്തിൽ. അപ്പോൾ അത് ഭൂതകാല ദൈവരാജ്യം. അപ്പൊ പഴയ നിയമത്തിൽ എന്നുണ്ടായിരുന്നു? ദൈവരാജ്യം ഉണ്ടായിരുന്നു. ഇനി അതിവിടെ ദാനിയേൽ പറയുന്നത് അതുകൊണ്ട് ബലഹീനമായിരിക്കും ദൈവരാജ്യം പഴയ നിയമത്തിലായിരുന്നെങ്കിൽ അങ്ങനെയല്ല. ശക്തിയുള്ള ദൈവരാജ്യം എന്ത് ചെയ്യും? ഭാവിയിൽ സ്ഥാപിതമാക്കപ്പെടും. അതിന് മുന്നോടിയായിട്ടാണ് യേശു ക്രിസ്തു ശക്തിയുള്ള ദൈവരാജ്യോട് അവിടെ എന്ത് ചെയ്തത്? അത് സ്ഥാപിച്ചെടുക്കാൻ ഏർപ്പെടുന്നത്. പിന്നീട് ദൈവം അക്ഷരികമായിട്ടും ദൈവരാജ്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ദൈവരാജ്യം അന്നേരമല്ല സ്ഥാപിതം. അങ്ങനെയാണെങ്കിൽ ഇത് സംഭവിക്കുന്നപ്പോഴാണ് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലല്ലേ? ആണോ? ചോദ്യം സജിഭാഷാണോ? കർത്താവിന്റെ രണ്ടാമത്തെ വരവിലല്ലേ ഈ ദാനിയേൽ പ്രവചനത്തെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നതാണോ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദൈവരാജ്യമുണ്ടോ? ഇപ്പൊ ദൈവരാജ്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ പ്രവചനം തിരിക്കപ്പെടേണ്ടത് എപ്പോഴാ? കർത്താവ് രണ്ടാം വരവില. അപ്പൊ രണ്ടാം വരവിലാണോ ദൈവരാജ്യം സ്ഥാപിതമാക്കപ്പെടുന്നത്? അല്ല. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യം നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് ദൈവം സ്ഥാപിതമാക്കുന്ന അക്ഷരികമായ ദൈവരാജ്യവും അക്ഷരികമായ നഗരവും കൂടി ഉണ്ടാകും. യെരുശലേം നഗരത്തെ ആസ്ഥാനമാക്കി ദൈവത്തിന്റെ മഹാനഗരമാകുന്ന യെരുശലേം നഗരം തെക്കുറിച്ച് പറയുന്നത് മഹാരാജാവിന്റെ നഗരം എന്ന് പറയുന്നത്. മഹാരാജാവിന്റെ നഗരത്തിൽ അവൻ രാജാവായി നീതിയോടെ വാഴുന്നതിനെ കുറിച്ചാണ് ദാനിയേൽ പ്രവചിച്ചിരിക്കുന്നത്. അതിന് മുമ്പായി ലോകത്തിലുള്ള സകല ഭരണ സാമ്രാജ്യങ്ങൾ അസ്തമിച്ചു പോകും. ആകാശത്ത് നിന്ന് വരുന്ന കല്ല് സകലത്തെ പിടിച്ച് പതിർ പോലെയാക്കി കളയും. ദുഷ്ടനെ പതിർ പോലെ ദൈവം പാറ്റിക്കളയും. ദുഷ്ട സാമ്രാജ്യങ്ങളെല്ലാം ദൈവം നീക്കിയ ശേഷമായി കർത്താവിന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നതിന് അത് നിത്യരാജ്യത്വമാണ്. അവന്റെ രാജ്യത്തിന് ഒരു അവസാനമില്ലാത്തതാണ്. അതിനുശേഷമായിട്ടാണ് സ്വർഗീയ രാജ്യത്തിലേക്ക് അത് മാറ്റപ്പെടുന്നത്. അത് പൊതുവാനുഭൂതിയിൽ വരും. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന പ്രവചനം അത് നിവൃത്തിയിരിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് ദൈവരാജ്യം ഇല്ലെന്നല്ല, മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ ദൈവത്തിന്റെ കീഴിലുള്ള ജനത എപ്പോഴും ഉണ്ട്. ദൈവത്തിന്റെ കൈക്കീഴിലുള്ള മനുഷ്യ സൃഷ്ടിയാണ് ദൈവത്തിന്റെ രാജ്യത്തിൽ ഉൾപ്പെടുന്നത് പറയുന്നത്. ദൈവിക നിയമപ്രകാരമുള്ളതാണ്. ദൈവത്തെ ജ്ഞാനത്തിൽ ആരാധിക്കുന്നതാണ്. അതുകൊണ്ട് ആധുനിക കാലം മുതൽ ദൈവരാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായി പൈശാചിക സാമ്രാജ്യം ഉണ്ടായി. പിന്നെ ഇസ്രായേൽ മുതലുള്ള രാജ്യങ്ങൾ ദൈവത്തിന്റെ രാജ്യങ്ങളായിരുന്നു. എന്നാൽ അതിൽ ബലഹീനമായിരുന്നു. അവരുടെ പ്രമാണം ബലഹീനമായിരുന്നു. വാമൊഴി കൊണ്ടും വരമൊഴി കൊണ്ടുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലാണ് ദൈവം ശക്തിയുള്ള ദൈവരാജ്യം സ്ഥാപിച്ചത്. അത് ക്രിസ്തുവിന്റെ രക്തത്താലാണ്. അത് മുഖാന്തരമാണ് സഭ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ ചിന്തിച്ചത്. സംശയം മാറി എന്ന് വിശ്വസിക്കുന്നു. സജീഭാഷ സംശയം മാറിയോ? സംശയം മാറിയോ? എന്തോ അതെ അതെ എന്ന് പറഞ്ഞാലും നമുക്കത് കാണാൻ പറ്റത്തില്ലെങ്കിലും അത് ഉണ്ടല്ലോ, ഉണ്ട്. ഇപ്പൊ നമ്മൾ കൂടി എവിടെയാ? നമ്മുടെ എവിടെയാ? ദൈവരാജ്യത്തിൽ. ഇതിപ്പോ അക്ഷരികമായിട്ട് തന്നെയാ.
അല്ലേ? ആത്മീയത്തല്ലോ അല്ലല്ലോ, ആണോ? അല്ല. നമ്മൾ വേർപെടുത്തപ്പെട്ട എവിടെ അക്ഷരിക്കും എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ടുള്ള ആഗോളപരമായിട്ടുള്ള ദൈവം ഭരിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തെ മുഴുവനും എന്ത് ചെയ്യും? ഇപ്പൊ നമ്മൾ ദൈവമക്കൾ ദൈവമായിട്ടില്ല, പക്ഷെ എല്ലാ മനുഷ്യമാണോ? അല്ല. ആയിരമായിട്ട് വായിച്ച് ദൈവത്തിന്റെ കൈക്കീഴിലായിരിക്കുമെന്ന് അക്ഷരികമായിട്ട് പറയുമ്പോൾ അത് നിലവിൽ വരാൻ പോകും. അത് ഭൂലോകത്തെ മുഴുവൻ എന്ത് ചെയ്യും? കർത്താവിന്റെ കൈക്കീഴിലാകും. അപ്പോൾ ഇത് ആത്മീയം അക്ഷരിക്കുക എന്ന് പറയുമ്പോൾ ഇത് ഒന്ന് തന്നെയാണ്, നിഴലായിട്ടുള്ളതാണ് പൊരുളായിത്തീരുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ദൈവരായിട്ടാണ്. നമ്മുടെ ദൈവം, നമ്മുടെ രാജാവ് ആരാണ്? കർത്താവാണ്. എന്നാൽ സകല ഭൂമിയെയും സകല രാജ്യത്തെയും യേശു എന്ത് ചെയ്യും? ഒരിടയൻ ഭരിക്കും, ഒരിടയൻ ഭരിക്കും, ഒരു രാജാവ് ഭരിക്കും, നീതിയോടെ വാഴുന്നത്. വരാൻ പോകുന്നത് അക്ഷരികമായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ തന്റെ രാജ്യത്വം ഇടും. കാരണം ഭൂമിയിൽ കർത്താവ് വാണിട്ട് മാത്രമേ ഈ ലോകം എന്ത് ചെയ്ത് കത്തിയഴിയപ്പെടുകയുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, യേശു പ്രസംഗിച്ച സുവിശേഷം ഏത്? കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമുണ്ട്. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, യേശു പ്രസംഗിച്ച സുവിശേഷം ഏത്? കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമുണ്ട്. നാം പ്രസംഗിക്കേണ്ടത്, രണ്ടും ഒരുപോലുള്ള ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം, നാം പ്രസംഗിക്കേണ്ടത് രക്ഷയുടെ സുവിശേഷമാണോ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണോ? ആക്സ് 1:2 യേശു ഉയർപ്പിന് ശേഷവും ശിഷ്യന്മാരെ ഉപദേശിക്കുന്നത് ദൈവരാജ്യ സംബന്ധിച്ച വിഷയങ്ങളാണല്ലോ. ഇവിടെ 2-3 ചോദ്യങ്ങൾ ഒന്നാണ്, ഒരു ചോദ്യമാണ്. സുവിശേഷം ഏതാകുന്നു എന്നുള്ളതാണ് ചോദ്യം, ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം, കാലം തികഞ്ഞു എന്ന് കർത്താവ് പറഞ്ഞ എന്താ? ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുന്നു പറയുന്നത്. സുവിശേഷം എന്നുള്ള ഒറ്റ സുവിശേഷമേ ഉള്ളൂ. അതിനെ പല വിധത്തിൽ പറയും. നിത്യസുവിശേഷമെന്നും രക്ഷയുടെ സുവിശേഷമെന്നും പരിജ്ഞാന സുവിശേഷമെന്നും ക്രിസ്തുവിന്റെ സുവിശേഷം എന്നൊക്കെ പറയുന്നത് സുവിശേഷം ഒന്നേ ഉള്ളൂ. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ ഈ സുവിശേഷങ്ങൾ പലതില്ല എന്നുള്ളതിന്റെ വ്യക്തത പൗലോസ് രേഖപ്പെടുത്തുന്നു. അപ്പൊ ഇവിടെ നിത്യസുവിശേഷം എന്ന് പറഞ്ഞാലും ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാലും അതുപോലെ രക്ഷയുടെ സുവിശേഷം എന്ന് പറഞ്ഞാലും സുവിശേഷം ഒന്നേ ഉള്ളൂ. സുവിശേഷം കേന്ദ്രീകൃതമായിരിക്കുന്ന ക്രിസ്തുവിലാണ്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ വിവിധമായ സുവിശേഷങ്ങളെ കുറിച്ചുള്ള പഠിപ്പിക്കൽ വന്നാൽ പൗലോസിന്റെ സുവിശേഷമെന്നോ പത്രോസിന്റെ സുവിശേഷമെന്നോ ക്രിസ്തുവിന് അങ്ങനെയുള്ള സുവിശേഷങ്ങളിലുള്ള ചിന്തകൾ വന്നാൽ അതിന് നമ്മൾ ചെവി കൊടുക്കരുത് എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പൗലോസിന്റെ നിത്യയുടെ സുവിശേഷം എന്ന് പറയുന്നത്. എന്നാൽ സുവിശേഷം എന്നുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു സുവിശേഷമില്ല. ഈ ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് പറയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക്, അത് വേറൊരു സുവിശേഷം എന്നല്ല. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മരിച്ചു ഇച്ഛിക്കുന്നതെന്നൊക്കെ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, സുവിശേഷം എന്നുള്ളത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തു കേന്ദ്രീകൃതമാണ് സുവിശേഷം. അതിന് പല പേരുകൾ പറയും. അത് രക്ഷയുടെ സുവിശേഷം എന്ന് പറയും, പൗലോസിന്റെ സുവിശേഷം എന്ന് പറയും, അതുപോലെ തന്നെ പരിജ്ഞാന സുവിശേഷം എന്ന് പറയും. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുവിശേഷത്തെ. ഇപ്പോൾ യേശു പ്രസംഗിക്കുന്ന സുവിശേഷം യേശു തന്നെ സുവിശേഷമാണ്, അല്ലെ? ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞു ഞാൻ മരിക്കും, അല്ലെ, ഞാൻ അടക്കപ്പെടും. ഏതൊരു യേശു പ്രസംഗിച്ചോ? അത് സുവിശേഷമാണ് കർത്താവ് പ്രസംഗിച്ചത്, അല്ലേ? കർത്താവ് പറഞ്ഞു ഞാൻ ജനിച്ചത്, ഞാൻ പാവിനെ രക്ഷിക്കാൻ വേണ്ടി വന്ന യേശു പറഞ്ഞോ? അപ്പൊ അത് സുവിശേഷമാണ്, അല്ലേ? ഞാൻ പാവിനെ രക്ഷിക്കാൻ വേണ്ടി ലോകത്തിൽ വന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ അല്ലാതെ യേശു നമ്മൾ പറയുന്ന പോലെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട അഭിഷേകം പ്രാപിക്കുന്ന സുവിശേഷമല്ല അവിടെ പറഞ്ഞത്, അതല്ല പറഞ്ഞത്. ക്രിസ്തു പറഞ്ഞത് ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നു പറഞ്ഞ അർത്ഥം എന്താണത്? സുവിശേഷമാണ്, അല്ലെ? അപ്പൊ യേശു പ്രസംഗിച്ച സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപികളെ രക്ഷിക്കാനാണ് വന്നതെന്ന് യേശു തന്നെ പറഞ്ഞു. കർത്താവ് ഞാൻ നല്ല ഇടയനാണോ, അല്ലെ? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ, അത് സുവിശേഷമല്ലേ? അത് സുവിശേഷമാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു പറഞ്ഞാൽ എന്താ? ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ആ ജീവനെ കൊടുക്കുന്നു, വീണ്ടും എനിക്ക് തിരികെ പ്രാപിക്കാൻ എനിക്ക് അധികാരമാണ്. പറ സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം അതാ. അല്ല നമ്മൾ അവരെ പ്രസംഗിക്കുന്നവരെ ലോകത്തെ കുറിച്ച് പറയുകയാണ്,
രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം ആവശ്യം അതല്ല. കർത്താവ് കർത്താവിനെ വെളിപ്പെടുത്തിയാണ് അവനാണ് സുവിശേഷം എന്നത്. യേശു പ്രസംഗിച്ച സുവിശേഷം നമ്മൾ പ്രസംഗിച്ച സുവിശേഷമല്ല, ക്രിസ്തു അവനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണ് സുവിശേഷം. സംശയം മാറി. അപ്പോൾ ആ സുവിശേഷം ഒന്നേ ഉള്ളൂ. അതിന് വിരുദ്ധമായിട്ട് ഒരു സുവിശേഷം, വെളിപ്പാട് നിത്യ സുവിശേഷം ദൂതന്മാർ പറയുന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അത് പറയാൻ സുവിശേഷം നിത്യ സുവിശേഷം, ദൂതന്മാർ പറയുന്ന നിത്യ സുവിശേഷം വേറെയല്ല. സുവിശേഷം ഒന്നേ ഉള്ളൂ. അതിനപ്പുറമായിട്ടുള്ള വേറൊരു സുവിശേഷം ഇല്ല. അങ്ങനെ ആരെങ്കിലും പഠിപ്പിച്ചാൽ അത് അവർ ശവിക്കപ്പെടുമെന്ന് പറയും. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ. ഇനി യോഹന്നാൻ സുവിശേഷം പറഞ്ഞു. യോഹന്നാൻ പറഞ്ഞില്ലേ? യോഹന്നാൻ അതാ പ്രസംഗിച്ചത് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണമെന്നാണ് പറഞ്ഞല്ല. യോഹന്നാൻ യേശുവിനെ വെളിപ്പെടുത്തി പറഞ്ഞു. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സുവിശേഷമാണ്. ലോകത്തിന്റെ അവസാന പ്രവാചകൻ പറഞ്ഞതല്ലേ? പ്രവാചകന്മാരെല്ലാം യോഹന്നാൻ വരെ അവര് പ്രവചിച്ചു. ഇവരെല്ലാം പ്രവചിച്ചതായിരുന്നു രക്ഷകനായ ക്രിസ്തുവിനെ കുറിച്ച്. അതിന്റെ അവസാന പ്രവാചകൻ പറഞ്ഞു, ഇതാ നിൽക്കുന്നു. പണ്ട് പ്രവാചകന്മാർ പ്രസംഗിച്ചത് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, മോശയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാമാണ് ഈ നിൽക്കുന്നവൻ. ഇവനാണ് സുവിശേഷം. അപ്പൊ യോഹന്നാൻ പ്രസംഗിച്ച സുവിശേഷം യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, പാപത്തിന്റെ പരിഹാരമാറ്റ ഒരാളുടെ കുഞ്ഞാടാണ് ഇവൻ. ഇവനാണ് ആരാണ്? ഇവൻ സുവിശേഷമാണ്. ഇവൻ മരിക്കും, ഇവൻ അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും, ഇവൻ നിത്യരക്ഷകനായ തിരുവതാണ് സുവിശേഷം. അപ്പൊ യോഹന്നാൻ ശാപകൻ സുവിശേഷം പറഞ്ഞു, യേശു സുവിശേഷം പറഞ്ഞു, ദൈവസഭ പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യുന്നു? ആ കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരു സുവിശേഷമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. പറഞ്ഞോ. ആ ആ അതെ ആ അതെ അതെ നമ്മൾ സുവിശേഷം അറിയിക്കുന്നത് അത് ക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷം. അത് രക്ഷയുടെ സുവിശേഷം എന്ന് പറയുമ്പോൾ രക്ഷ കൊണ്ട് മാത്രം തീരുന്നല്ലോ സുവിശേഷം, ആണോ? അല്ല, ക്രിസ്തുവിൽ നേടുന്ന വരെയുള്ളതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല. ഈ സുവിശേഷം മുഖാന്തരം സഭയിൽ വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യുന്നു? രക്ഷയുടെ തികവിലേക്ക് നമ്മൾ എത്തിക്കില്ലേ? അത് രക്ഷയുടെ തികവൊന്നും കൂടിയില്ലേ? ഒരാളെ സുവിശേഷം മുഖാന്തരം വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു വിളി. ഒരാളെ ഒട്ടിനെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉത്തരവാദിത്തം തോന്നോ? ഇല്ല. അത് വിളിച്ച് കൊച്ചിന് അഡ്മിഷൻ കൊടുത്തു. പക്ഷെ എന്റെ ഉദ്ദേശം എന്താ? പഠിച്ചവിടുന്ന് പാസ്സാകണം. അപ്പൊ രക്ഷയുടെ സുവിശേഷം മുഖാന്തരം വിളിച്ചു വരുത്തുന്നത് എന്തിനു വേണ്ടിയാ? ക്രിസ്തു മുഖാന്തരം തികവുള്ളവരായി തീരാൻ വേണ്ടി. അപ്പൊ നമ്മൾ അറിയിക്കുന്ന സുവിശേഷത്തെ നിത്യ സുവിശേഷം എന്ന് പറയാം. നിത്യസുവിശേഷം പറഞ്ഞാൽ എന്തുകൊണ്ടോ അല്ല, ഇത് നിത്യമായിട്ടുള്ളതാ അല്ലേ? വീണ്ടെടുപ്പ് നിത്യമായിട്ടുള്ളതാ, ആണോ? അപ്പൊ നിത്യസുവിശേഷം എന്ന് പറയുന്നത് എതിരുണ്ടോ? പറ്റുമോ? ഞാൻ അറിയിക്കുന്ന നിത്യസുവിശേഷമാണ്. ഇത് മാറ്റമില്ലാത്തതാ. സുവിശേഷത്തിന് മാറ്റമുണ്ടോ? ഉണ്ടോ? രക്ഷയുടെ സുവിശേഷം മാത്രമല്ല, ആണോ? അല്ല, സുവിശേഷത്തിന് മാറ്റമില്ല. ഉണ്ടോ? അതായത് മിണ്ടാത്ത തന്നെ സുവിശേഷം മാറ്റമുണ്ടോ? ഉണ്ടോ? അത് നിത്യമായിരിക്കുന്നതാണ് സുവിശേഷം. പരം നിത്യ സുവിശേഷം എന്ന് പറയാം. അല്ലാതെ രക്ഷയുടെ സുവിശേഷം മാത്രമൊന്നല്ല. രക്ഷയുടെ സുവിശേഷം എന്ന് പറയാം, നിത്യസുവിശേഷം എന്ന് പറയാം, അത് കുഞ്ഞാടിന്റെ സുവിശേഷം എന്ന് പറയാം. അങ്ങനെ ഏതെല്ലാം രീതിയിൽ സുവിശേഷം പറഞ്ഞത്. ഈ പൗലോസിന്റെ സുവിശേഷം എന്ന് പറയാം അല്ലേ? പൗലോസ് എന്റെ സുവിശേഷമാണ്. എന്താ അതിന്റെ അർത്ഥം? എന്താ? പൗലോസ് പറഞ്ഞ സുവിശേഷം അത് ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ക്രിസ്തു കേന്ദ്രീകൃതമല്ലാതെ സുവിശേഷമില്ല. അത് നിത്യതയുടെ സുവിശേഷമെന്നോ അത് രക്ഷയുടെ സുവിശേഷമെന്നോ എന്ത് പറഞ്ഞാലും നിത്യതയുമായി ബന്ധപ്പെട്ടോ. രക്ഷിക്കപ്പെടുന്നതെന്ന് പറയുമ്പോൾ സുവിശേഷമില്ലാതെ രക്ഷയില്ല. ആത്മരക്ഷയില്ലാതെ ആത്മരക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നവരും രക്ഷിക്കപ്പെട്ടു, പൂർണ്ണമായി രക്ഷിക്കപ്പെട്ടത് ക്രിസ്തു മുഖാന്തരമാണ്. സുവിശേഷത്താണ് അവരും എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ക്രിസ്തു അവിടെ പോയി എന്ത് ചെയ്യും? സുവിശേഷം അറിയിക്കുന്നു പറഞ്ഞു അല്ലേ? പാതാളത്തിൽ പോയി യേശു എന്ത് ചെയ്യും? സുവിശേഷം അറിയിച്ചു. അവിടെ പറഞ്ഞത് അവിടെ മീതെയുള്ള പാതാളത്തോടുകൂടെ പറഞ്ഞത്. അപ്പൊ അവിടെ സുവിശേഷം പറയുമ്പോൾ പാതാളത്തിൽ പോയി അറിഞ്ഞ സുവിശേഷമുണ്ട്, നമുക്ക് വേണ്ട. മരിച്ചവരുടെ സുവിശേഷം ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. മരിച്ചവരോട് വേറെ ആർക്കും സുവിശേഷം പറയാനുള്ള അവകാശമില്ല. മരിച്ചുപോയ ആർക്കും വേണ്ടി പ്രാർത്ഥിപ്പാൻ വ്യവസ്ഥയില്ല. മരിച്ചുപോയ ആർക്കും വേണ്ടി സ്നാനപ്പെടാൻ വ്യവസ്ഥയില്ല. തുടങ്ങിയപ്പോൾ തന്നെ നിർന്നതാണ്. അന്ന് പ്രാരംഭ സമയത്തെ സഭകളിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് മരിച്ചവർ വീട്ടുന്നില്ല പിന്നീട് സ്നാനപ്പെടുന്നു ചോദിച്ചു. അത് പരിശുദ്ധന്മാർ പിന്നീട് അതിനെ പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ അവിടെ തീക്ഷ്ണത കൊണ്ട് മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടു. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോയില്ല. അത് പരിശുദ്ധന്മാർ വിലക്കി വേണമെന്ന് പറഞ്ഞു. അതൊരു സഭയുടെ ആരംഭ സമയത്ത് എല്ലാവരും വസ്തു വിറ്റിട്ട് പൊതുവകയായിട്ട് എണ്ണി. പക്ഷെ അത് മുമ്പോട്ട് പോയില്ല. പരിശുദ്ധാത്മാവിനെ വിലക്കി. അതങ്ങനെയായിരുന്നു. ആലോചിച്ച് നോക്ക്. എന്നും പാസ്റ്റർമാർക്ക് അങ്ങനെ തുടലുമായിട്ട് നടക്കാനേ സമയമുള്ളൂ. കാരണം ഒരാൾ വന്ന് ചേരും, ഒരാൾ പോകും, ഒരാൾ വരും, ഒരാൾ പോകും. ഇങ്ങനെ പോയി കഴിയുമ്പോൾ അതിന് പൊതുവകയായിട്ട് എണ്ണ പോയി എന്ന് ഈ തുടലിൽ അങ്ങനെ പിടിച്ച് നടക്കാനേ പറ്റുള്ളൂ. മനുഷ്യന്റെ ഉള്ളിൽ ചൂട് പറ്റാൻ ആണ് ചിന്തിച്ചത് അല്ലെ? അങ്ങനെയല്ല. ഇപ്പൊ 10 തവണ സമയമാണ്. ഇന്ന് തന്നെ തലവേദനയാണ്.
അങ്ങനെയുള്ള പൊതുവായിട്ട് എന്നെ വീതം വെക്കുകയായിരുന്നെങ്കിൽ എന്ത് ഈ പരിപാടി ഒരിക്കലും തീരട്ടെ. ഇന്ന് തന്നെ വിഷയം തീരുന്നില്ല. അതുപോലെ കർത്താവ് വെച്ചാലോ അവർക്ക് വേണ്ട പരിപാടി വേണം നിർത്തുന്നു. അപ്പൊ ചിലതൊക്കെ പൊങ്ങി വന്നു, പക്ഷെ ദൈവാത്മാവ് എന്ത് ചെയ്യാൻ വിലക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ പൊതുവകയിൽ എണ്ണിക്കൊണ്ട് എല്ലാവരും പൊതുവകയിൽ എണ്ണിക്കൊണ്ട് വന്ന് വസ്ത്രമൊക്കെ വീട്ടിലെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ തുടങ്ങി പരിപാടി. എന്താ സാമ്പത്തികമായിട്ടുള്ള സമത്വം പറ്റത്തില്ല, നടക്കത്തില്ല. ഉള്ള പോലെ ജീവിച്ചു. അത് പോട്ടെ, അത് വേറെ അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നത് സമ്പത്തും സൂക്ഷിച്ചോട് ബന്ധപ്പെടുത്തരുത്. അതിന്റെ ആവശ്യമില്ല. സഭയ്ക്ക് അങ്ങനെ ഒരു പഠിപ്പീരില്ല. പരിശുദ്ധാത്മാവിന്റെ പഠിപ്പീരില്ലായിരുന്നു. നിന്നുപോയി മനുഷ്യർക്ക് വേണ്ടി സ്ഥാനപ്പെട്ടു. അപ്പൊ നമ്മൾ പറയും മരിച്ചവർക്ക് വേണ്ടി സ്ഥാനപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്ഥാനം വേണ്ട. അത് അന്ന് തുടങ്ങിയപ്പോൾ അവർ ചെയ്തു. പൗലോസ് പറയും അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനാ സ്ഥാനപ്പെട്ടത്? അപ്പൊ സ്ഥാനത്തിന് വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അത് തുറന്നു വന്നില്ല. ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ വന്നപ്പോൾ മുളയിൽ തന്നെ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിനെ ഉള്ളിക്കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സുവിശേഷം നമ്മുടെ സുവിശേഷമാണ്. ക്രിസ്തുകൃത ആണ്. അതിന് മാറ്റമില്ലാത്തതാണ്. അതിന് നിത്യസുവിശേഷമെന്നോ രാജ്യത്തിന്റെ സുവിശേഷം എന്ന് പറയാം. അല്ലേ? യേശു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചില്ലേ പറഞ്ഞത്? അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. രാജ്യത്തിന്റെ സുവിശേഷം എന്നേക്കും നിൽക്കുന്ന രാജ്യത്തിന്റെ സുവിശേഷം വെച്ച് പ്രസംഗിച്ചു. അങ്ങനെ നിരവധി കാര്യങ്ങളെ കുറിച്ച് സുവിശേഷം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം മാത്രം എടുത്ത് പറയരുത്. എന്നാൽ ഏത് വാക്യം സുവിശേഷത്തിൽ ബന്ധപ്പെട്ടാലും അതിനെ മാറ്റി നിർത്തേണ്ട. അത് ക്രിസ്തുവിലല്ലാതെ ഒരു ഗുഡ് ന്യൂസ് ഇല്ല. യേശുവല്ലാതെ ഒരു സുവിശേഷം. അത് ദൂതൻ പറഞ്ഞാലും അത് മനുഷ്യൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതെല്ലാം എന്താണ്? ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തു അല്ലാതെ ഒരു മാർഗമില്ല, രക്ഷയുടെ മാർഗമില്ല. നിത്യ സുവിശേഷമാണ്, രാജ്യത്തിന്റെ സുവിശേഷമാണ്, അത് രക്ഷയുടെ സുവിശേഷമാണ്. അങ്ങനെ ഏതെല്ലാം വിധത്തിലുള്ള സുവിശേഷം പറഞ്ഞിരിക്കുന്നുവോ അതെല്ലാം ഒന്നാണ്. വേറൊരു സുവിശേഷമല്ല. വേറൊരു സുവിശേഷം ആരെങ്കിലും പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെടും. ഇനി നിങ്ങൾ പഠിപ്പിച്ച എനിക്ക് കുഴപ്പമില്ല. ഇസ്രായേലെ കാണാതെ ആടുകളെ കഴിഞ്ഞ് വന്നത്. അപ്പൊ കർത്താവ് പിതാവാന്റെ എന്നിട്ട് പുത്രനെ അയച്ചത് ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ വേണ്ടി അയച്ചപ്പോൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് അയച്ചത്. അവിടെ ഇതുകൊണ്ട് അവിടെ കൊണ്ട് നിൽക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളെ തെരഞ്ഞെടുപ്പാൻ എന്നെ അവിടേക്ക് അയച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. അയച്ചിട്ടില്ല. എന്നാൽ യേശു മരിച്ചടക്കപ്പോൾ ഉയർത്തതിനു ശേഷം പറഞ്ഞു, നിങ്ങൾ സർവ്വലോകത്തിലും പോയി സകല സൃഷ്ടികളോടും എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കും. അപ്പൊ ക്രിസ്തു ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന സഭയോട് യേശു പറഞ്ഞു, എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേലിൽ വന്ന് കാണാതെ പോയതിനെ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ആക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഇസ്രായേലിനെ കാണാതെ പോയതിനെ മാത്രമല്ല കർത്താവ് പറഞ്ഞു, ലോകത്തിന് വേണ്ടി ആണ് വന്നത്. കർത്താവ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞു. എന്നിലൂടെ എല്ലാ കാര്യം രക്ഷപ്പെടുത്തലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ജഡത്തിൽ യേശു വന്നപ്പോൾ ഇസ്രായേലിന് വെളിയിൽ പോകാൻ ദൈവം ചെയ്തില്ല, സമ്മതിച്ചില്ല. കാരണം ആ ശുശ്രൂഷ ചെയ്യേണ്ടത് യെരൂശലേമിലാണ് ചെയ്യേണ്ടത്. അപ്പൊ അവൻ അതുകൊണ്ട് ആ ഭാഗത്ത് മാത്രം നടന്നു. അവിടെ അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത സന്തതി ആയതുകൊണ്ടാണ് അബ്രഹാമിനാണ് ആദ്യം സുവിശേഷം പറയുന്നത്. സുവിശേഷം ആദ്യം അബ്രഹാമിനോട് ഘോഷിച്ചു. അതാണ് പുതിയ നിയമം എഴുതിയപ്പോൾ സുവിശേഷത്തിന്റെ പുസ്തകത്തിൽ ആദ്യം തുടങ്ങുന്ന അബ്രഹാമിന്റെ പുത്രനായിരിക്കുന്ന ദാവീദിന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു വംശാവലി. അപ്പം അബ്രഹാമിൽ തുടങ്ങാൻ കാരണം അബ്രഹാമിനോട് നിന്നിൽ ലോകത്തിലുള്ള സകല ജാതികളുടെയും അനുഗ്രഹിക്കപ്പെടുന്നുള്ള സുവിശേഷം അവനോട് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണ് അവനിൽ സുവിശേഷം പുതിയ നിയമം എഴുതി തുടങ്ങാൻ ഇടയാറ്റത്. അപ്പോൾ ആ സുവിശേഷം അത് ക്രിസ്തു മുഖാന്തരം വന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ ഈ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ കാണാതെ പോയ ആടുകളെ കുറിച്ച് മാത്രമായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്ക് ഉണ്ട്. ഞാൻ അങ്ങനെ എന്ത് ചെയ്യണം? നയിക്കേണ്ടതാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, പക്ഷേ അവരെ കൂട്ടിക്കൊണ്ട് വേണ്ടത് എന്റെ ജോലിയല്ല, ഞാൻ അപ്പോയിന്റ് ചെയ്യുന്ന ദൈവസഭയുടെ ശുശ്രൂഷകരാണ് ചെയ്യേണ്ടത്. അത് നമ്മളിലേക്ക് ദൈവം തന്നിരിക്കുന്നത്. ഓക്കെ, ഈ 3 ചോദ്യങ്ങൾ. പിന്നെ പറഞ്ഞു, യേശു പ്രസംഗിച്ച സുവിശേഷം ഏത് കാലം? ഇപ്പൊ യേശു പ്രസംഗിച്ച സുവിശേഷം അവനെ കുറിച്ച് വെളിപ്പെടുത്താനുള്ള സുവിശേഷം കർത്താവ് പറഞ്ഞത് തന്നെയാണ്. കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താ? കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന കാലത്തെക്കുറിച്ച് ബൈബിളിൽ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് ലോകാവസാനത്തെങ്കിലാണ് യേശു പ്രത്യക്ഷമായത്. ലോകാവസാനം എന്ന് പറഞ്ഞാൽ എന്താ? ലോകാവസാനം എന്ന് പറയുമ്പോൾ ലോക ആരംഭം എന്ന് പറയുമ്പോൾ ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു, ലോക ആരംഭത്തിലാണ് മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ട് സാത്താനിക അടിമത്തിലായ. അപ്പോൾ അന്ന് മുതല് പാപവും മരണവും
വാണുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഭൂമിയിൽ നിലനിന്നിരുന്നത്. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ അധീനതയിൽ കിടക്കുമ്പോൾ സർവ്വ മനുഷ്യരും പാപത്തിന് അടിമയായി തീർന്നു കഴിഞ്ഞപ്പോൾ, അവരുടെ അടിമത്തത്തിലായി കഴിഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞു, എന്നും ഇങ്ങനെ കിടക്കാൻ സമ്മതിക്കത്തില്ല, ഒരു സമയമുണ്ട്, കാലമുണ്ട്. ലോകം അവസാനിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ലോകഭരണം അവസാനിപ്പിക്കണം, ദൈവത്തിന്റെ രാജ്യം വരണം. യേശു പ്രാർത്ഥന പഠിപ്പിച്ചു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വരണം. അപ്പോൾ യേശു വന്ന സമയം ലോകാവസാനമാണ്. ലോകാരംഭം എന്തായിരുന്നു എന്ന് പഠിപ്പിച്ച് പറഞ്ഞായിരുന്നു, ലോകസ്ഥാപനം ദൈവരാജ്യത്തിന്റെ ആരംഭമാണെങ്കിൽ ലോകാരംഭം സാപ്താനിക ഭരണത്തിന്റെ ആരംഭമായിരുന്നു. അപ്പൊ ഈ ഭരണത്തെ അവസാനിപ്പിക്കുന്നതാണ് ലോകാവസാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാലം തികഞ്ഞു എന്നതിന്റെ അർത്ഥം പൈശാചികന്റെ ശക്തിയുടെ പ്രമാണമായിരിക്കുന്ന പാപം എന്ത് ചെയ്തു? നീക്കാനാണ് ഞാൻ വന്നത്. ഈ കാലം, പാപം വാഴുന്ന കാലം തീരാറായി തീർന്നു. ഇനി എന്താണ്? രക്ഷയുടെ ദിവസമാണ്. പ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അപ്പോൾ കഷ്ടകാലമായിരുന്ന മനുഷ്യന്റെ ഒരു പ്രസാദം, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെ പാപത്തെ അടിമപ്പെട്ടിരുന്ന മനുഷ്യന് ആ ദൈവത്തിന് ഹിതമല്ലാത്ത ആ കാലം അവസാനിപ്പിച്ചിട്ട് ദൈവത്തിന് പ്രസാദമുള്ള കാലം തുടങ്ങുന്നവരെയാണ് രക്ഷാ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞതിന്റെ അർത്ഥം സാത്താന്റിക സാമ്രാജ്യത്തിന്റെ അവസാനത്തിലേക്ക് വരാൻ പോവുകയാണ്. അനാദ്യമായി യേശു ചെയ്ത് പാപത്തെ നീക്കി. ഈ കർത്താവ് ലോകാവസാനത്തിന്റെ ആരംഭത്തിൽ തുടങ്ങി. ലോകാവസാനം എന്ന് പറയുമ്പോൾ ഒരു ദിവസമല്ല. എല്ലാവരും ലോകാവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടക്കുന്നത് ട്രാജഡിയാണെന്നുള്ളത്. ട്രെയിൻ ആക്സിഡന്റ് ആകാൻ പോകുന്നു, അവിടെ ഇതാകാൻ പോകുന്നു, എല്ലാം ട്രാജഡിയെ കുറിച്ച് പഠിപ്പിക്കും. അതല്ല ലോകാവസാനം. ലോകാവസാനം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ലോകത്തിൽ വന്നത് പാവങ്ങൾക്ക് പരിഹാരം വരുത്താൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? ലോകത്തിൽ പ്രത്യക്ഷനായി. അപ്പോൾ എന്നാ ലോകാവസാനം തുടങ്ങിയതെന്നാ? ഒന്നാം വരവെങ്കിൽ. എന്നാ തീർന്നതെന്താ? കർത്താവ് ഈ ഭരണത്തെ മാറ്റി തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോഴാണ് ലോകാവസാനം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഒന്നാം വരവിനും രണ്ടാം വരവിനും ഇടയിലുള്ള സമയത്തെയാണ് അന്ത്യകാലം അഥവാ ലോകാവസാനം എന്ന് പറയുന്നത്. യേശു അന്ത്യകാലത്ത് വന്നു. അന്ത്യകാലം എന്ന് പറയുന്നത് അതാണ്. പൈശാചിക ഭരണം എന്ത് ചെയ്യുന്നു? യേശു വന്നതിന് ശേഷമല്ലേ ഭരണം മാറി തുടങ്ങിയതല്ലേ? അന്ന് മുതൽ ദൈവരാജ്യം എന്ത് ചെയ്തു? വർദ്ധിച്ചു വന്നു. ലോകത്തിൽ അത് ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ട് ദൈവരാജ്യം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും സാത്താനിക ഭരണം എന്ത് ചെയ്തു? ചുരുങ്ങി ഇല്ലാതായിത്തീരും. അതാണ് കാലം തന്നെ പറഞ്ഞപ്പോൾ സാത്താന്റെ പാപം, അവന്റെ മരണത്തിന്റെ കാലം കഴിഞ്ഞ് നിത്യജീവന്റെ കാലം കാണിക്കാൻ വേണ്ടി വിശുദ്ധിയുടെ പ്രമാണമായി യേശു വന്നു. അതിനെയാണ് കാലം തികഞ്ഞു എന്ന് പറയുന്നത്. ഒരു കാര്യം കഴിഞ്ഞു, ന്യായപ്രമാണത്തിന്റെ കാലം കഴിഞ്ഞു, വാമൊഴിയുടെയും വരമൊഴിയുടെയും കാലം കഴിഞ്ഞു. ഇതെല്ലാം പറഞ്ഞിരുന്നത് നിഴലായിരുന്നെങ്കിൽ ഉള്ളായിരിക്കുന്ന ക്രിസ്തു വെളിപ്പെട്ടു. അവൻ വന്നത് പാപത്തെ നീക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കാലം തികഞ്ഞു. കാലം തികവെങ്കിൽ യേശുവിനെ അയച്ചത് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെയും ലോകത്തിൽ പാപവും മരണവും വാഴുമ്പോൾ അതിനെ നീക്കാൻ വേണ്ടി ദൈവം വെച്ചിരുന്ന സമയ തികവലായപ്പോഴാണ് തന്റെ പുത്രനെ സ്ത്രീയുടെ സന്തതിയായിട്ട് അയച്ചത്. കൊണ്ട് കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത് പൈശാചിക മരണം അവസാനിച്ച് തുടങ്ങി. അതെന്ത് ചെയ്യും? രണ്ടാം വരവെങ്കിൽ പൂർത്തീകരിക്കപ്പെടുന്നു പറഞ്ഞുകൊണ്ടാണ് കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീരെന്ന് പ്രസംഗിച്ചത്. കാലം തികഞ്ഞു എന്നതിന്റെ അർത്ഥം അതാണ്. ലോകാവസാനം വന്നെത്തി. ലോകാവസാനത്തിന്റെ ആരംഭം തുടങ്ങി. പൈശാചികന്റെ അന്ത്യം കുറിക്കുന്ന, അവന്റെ ഭരണ സംവിധാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ രാജ്യം അത് പരിശുദ്ധാത്മാവിനാൽ പ്രവർത്തിക്കപ്പെടാൻ പോകുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് വന്നത്. അതിനാണ് കാലത്തികവെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് കാലം തികഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ക്ലിയർ ആയോ? സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, കുഴപ്പമില്ല. അല്ല, ന്യായപ്രമാണ കാലം എന്ന് പറയുമ്പോൾ ന്യായപ്രമാണവും പ്രവാചകന്മാരും യേശു വരെ പ്രസംഗിച്ചു അല്ലേ? അവർ പ്രസംഗിച്ചിട്ടൊന്നും എന്ത് ചെയ്തില്ല? സാധാരണ മാറ്റം ഉണ്ടായോ? ഇല്ല. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ പൈശാചിന്റെ ആധിപത്യം എന്ത് ചെയ്തു? എന്ന് മുതലാ? ക്രിസ്തു മുഖാന്തരം കാലം തികഞ്ഞു. നമ്മൾ പറയാം കാലം തികഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു പീരീഡ് കഴിഞ്ഞു, അടുത്ത പീരീഡിലേക്ക് പോകാൻ പോകുക. അപ്പൊ ന്യായപ്രമാണം വരെ എന്ന് പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ പാപങ്ങളെ നീക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പാപത്തെ നീക്കണമെങ്കിൽ ആ കാലം തികണമായിരുന്നു. അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് കാലം തികഞ്ഞത്. ന്യായപ്രമാണ കാലം തികഞ്ഞതിന്റെ അർത്ഥം തന്നെയാ. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിനൊന്നും സാധാരണ മരണത്തെ നീക്കാൻ പറ്റുമോ? പാപങ്ങളെ നീക്കാൻ പറ്റിയില്ല. അപ്പൊ പാപങ്ങളെ നീക്കാൻ വേണ്ടി യേശു വന്നപ്പോൾ പറഞ്ഞു, പണ്ടത്തെ കാലങ്ങളിലെ എല്ലാ കാലങ്ങളും കഴിഞ്ഞു, ഇനി വന്നിരിക്കുന്നത് രക്ഷയുടെ ദിവസമാണ്, അത് കൃപയുടെ കാലമാണ്, കൃപായുഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ്. കൃപ എന്ന് പറയുമ്പോൾ ക്രിസ്തു മുഖാന്തരം നിത്യനെ പ്രാപിക്കാം എന്നുള്ളത്
കർത്താവ് പറയുന്നു, അതിനാണ് കാലം തികഞ്ഞു, ഇനിയുള്ളത് നിത്യരക്ഷയുടെ കാലമാണ് എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ഇനി ന്യായപ്രമാണം തികഞ്ഞെന്ന് പറഞ്ഞാലും ലോകാവസാനം ആരംഭിച്ചു. ഞാൻ ലോകാരംഭം പറയുമ്പോഴേ മനസ്സിലാകും. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ മോശയുടെ സമയത്ത് ഉണ്ടായതാണ്, അതിന് മുമ്പുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ലോകാരംഭം എന്നാണ് പഠിപ്പിച്ചത്. ലോകാരംഭം എന്തായിരുന്നു? പൈശാചി സാമ്രാജ്യത്തിന്റെ ആരംഭമായിരുന്നു. അത് നീണ്ട ഒരു വർഷമുണ്ട്, നീണ്ട കാലങ്ങൾ നീണ്ടുപോയി. ലോകാവസാനം എന്ന് പറയുമ്പോൾ എന്താണ്? അവന്റെ ഭരണത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി യേശു പ്രത്യക്ഷമായ ഒന്നാമത്തെ വരവെങ്കിൽ വന്നു. രണ്ടാമത്തെ വരവിൽ എന്ത് അത് പൂർത്തീകരിക്കപ്പെടും. അതിനെയാണ് ലോകാവസാനം, അന്ത്യകാലം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സജീവ് പാസ്റ്റർ ചോദ്യങ്ങൾ, മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നത് ഞാനത് പിന്നീട് എടുക്കുന്നതായിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് സാംസാറാണ്. നിത്യകാല സ്വർഗരാജ്യം പുതിയ ഭൂമിയിലാണോ എന്നുള്ളതാണ് ചോദ്യം. നിത്യകാല സ്വർഗരാജ്യം ഭൂമിയിലുള്ളതാണോ എന്നുള്ളതാണ്. ഇപ്പൊ ദൈവരാജ്യം എന്നുള്ളത് ലോകസ്ഥാപനത്തിൽ ദൈവരാജ്യം എന്നുള്ളത് ലോകസ്ഥാപനത്തിൽ ആരംഭിച്ചു. അത് ഒടുക്കത്തെ നാൾ വരെയാണ് ദൈവരാജ്യമുള്ളത്. ദൈവരാജ്യം എന്നുള്ളത് ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരെയാണ് ദൈവരാജ്യം അത് കാണിക്കുന്നത്. എന്നാൽ സ്വർഗരാജ്യം എന്നുള്ളത് അത് വ്യത്യസ്തത പറയുന്നത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയെ പറഞ്ഞിരിക്കുന്നതാണ്. പ്രാർത്ഥന പഠിപ്പിച്ചതിന്റെ അകത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞിരുന്നു, നിന്റെ നാം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ കർത്താവിന്റെ ഒന്നാമത്തെ വരവിലാണ് ആദ്യത്തെ പ്രാർത്ഥന ഒന്നാം ഭാഗം പൂർത്തിയായി. അത് കർത്താവ് പഠിപ്പിച്ചപ്പോൾ ഒന്നാം ഭാഗമാണ്. നിന്റെ നാം വിശുദ്ധീകരിക്കും. യേശു ക്രിസ്തു മുഖാന്തരം എന്ത് ചെയ്തു? ദൈവനാമം അത് വിശുദ്ധീകരിക്കും. അതിന് മുമ്പുള്ളവരെല്ലാം മുഖാന്തരമായി ദൈവനാമം ദുഷിക്കപ്പെടാതെ ക്രിസ്തുവാണ് ദൈവനാമത്തെ വിശുദ്ധീകരിച്ച് വെളിപ്പെടുത്തിയത്. രണ്ടാമത്തെ പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെട്ടില്ല. നിന്റെ രാജ്യം വരണമെന്ന് പറഞ്ഞിരിക്കുന്നത് 1000 ആണ്ട് വാഴ്ചയിൽ എന്ത് ചെയ്യും? അത് സ്ഥാപിതമാകും. നിന്റെ രാജ്യം വരണമെന്ന പ്രാർത്ഥന. മൂന്നാമത് കർത്താവ് പറഞ്ഞത്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകാം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. സ്വർഗാസ്വർഗത്തിൽ ഇല്ലാത്തത് ഭൂമിയിലുണ്ട്. എന്താണ് ഭൂമിയിലുള്ളത്? ഭൂമിയിൽ പാപമുണ്ട്, മരണമുണ്ട്, കണ്ണുനീരുണ്ട്, മുറവിളിയുണ്ട്, നിലവിളിയുണ്ട്. ഇതെല്ലാം ദൈവരാജ്യം ഉള്ളപ്പോൾ തന്നെ ഇതെല്ലാം ഉണ്ട്. എന്നാൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കുവാൻ ഈ ഭൂമിയിൽ പറ്റത്തില്ല. കാരണം ഇത് അനീതി വസിക്കുന്ന ഭൂമിയാണ്. അനീതി വസിക്കുന്ന ഭൂമി. അനീതി എന്ന് പറഞ്ഞാൽ പാപം വസിക്കുന്ന ഭൂമി. ഏത് അനീതിയും പാപമാണ്, അല്ലെ? അനീതി എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവം നമ്മൾ നീതി വസിക്കുന്ന ഭൂമിക്ക് വേണ്ടിയാണ്. ഇപ്പോഴത്തെ ആകാശവും ഭൂമി, ഇപ്പോഴത്തെ കോസ്മോ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആകാശവും ഇത് നോക്കുമ്പോൾ ദൈവത്തിന്റെ തൃക്കണ്ണിൽ അത് എന്തല്ല, വിശുദ്ധമല്ല, ശുദ്ധിയുള്ളതല്ല. അപ്പോൾ ഒന്നാമത്തെ ആകാശമാകുന്ന പരദീസി, ഒന്നാമത്തെ ഭൂമിയാകുന്ന ഇപ്പോഴത്തെ ഭൂമി നമ്മൾ നോക്കുമ്പോൾ ദുഷ്ടൻ പാർട്ടിയിടമാണ്. നീ പിന്നീട് നോക്കും, ദുഷ്ടൻ പാർട്ടിയുടെ ഇതിലെ കാണത്തില്ല. ദുഷ്ടൻ വസിച്ച ഒന്നാമത്തെ ആകാശവും ദുഷ്ടൻ പാർത്തിരിക്കുന്ന ഭൂമിയും എന്ത് കത്തി അഴിയപ്പെടും, ഇല്ലാതായി. അപ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിൽ സ്വർഗത്തിലെ പോലുള്ള ഒരു രാജ്യം വരും. അത് സ്വർഗരാജ്യം എന്ന് പറയും. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിലുള്ളവരെല്ലാം സ്വർഗരാജ്യത്തിലുള്ളവരാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അവര് സ്വർഗരാജ്യത്തിൽ കാണപ്പെടേണ്ടവരാണ്. അത് സ്ഥാപിതമാക്കപ്പെടുന്നത് അത് പൊതുവാന ഭൂമിയിലാണ്. ഈ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ട് ഈ ആകാശഭൂമിയിൽ പറ്റത്തില്ല. കാരണം ദുഷ്ടമുള്ളിടത്തോളം, പാവമുള്ളിടത്തോളം, മരണമുള്ളിടത്തോളം സാധിക്കത്തില്ല. അത് സാധ്യമാക്കിയിരുന്നത് പുതിയ ആകാശ പുതിയ ഭൂമിയിലാണ്. അതുകൊണ്ടാണ് തന്നെ സ്വർഗരാജ്യം അഥവാ ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി തീർന്നത് എന്നുള്ള രീതിയിൽ സ്വർഗരാജ്യത്തെ നമ്മൾ വേറിട്ട് പഠിപ്പിക്കുന്നത്. സംസ്ഥാന കാര്യം മനസ്സിലാകും. അതെ, പൊതുവാന ഭൂമിയിലാണ്. ഇവിടെ സ്വർഗരാജ്യം സ്ഥാപിക്കാൻ പറ്റും. കാരണം എന്താ? ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലാകണം. പക്ഷേ ഒടുക്കത്തെ നാൾ വരെ എന്നുണ്ട്, പാവമരണവും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ പറ്റത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകുന്ന സ്വർഗരാജ്യം എവിടെയാണ് വരുന്നത്? പൊതുവാന ഭൂമിയിലാണ്. നീതി വസിക്കുന്ന പൊതുവാന ഭൂമിയിലാണ്. സ്വർഗരാജ്യം എന്താണ്, ദൈവരാജ്യം എന്താണെന്നുള്ളത് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ ചോദ്യം, തീ കൊണ്ടുള്ള അഭിഷേകം പരിശുദ്ധാത്മ അഭിഷേകവുമായി ബന്ധമുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. തീ കൊണ്ടുള്ള അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അഭിഷേകം എന്ന് പറയുമ്പോൾ അത് പഴയ നിയമത്തിൽ അഭിഷേകം ഉണ്ടായിരുന്നു. ആ അഭിഷേകം രാജാക്കന്മാരെയും
അതുപോലെ തന്നെ പ്രവാചകന്മാരെയും മറ്റുള്ളവർക്ക് പ്രത്യേക ദൗത്യം ഏർപ്പെടുത്താൻ വേണ്ടി ചെയ്തിരുന്നതാണ് അഭിഷേകം. അതൊരു രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോരുത്തരെ അഭിഷേകം ദൈവം കൊടുക്കുന്നത് ആ സമയത്ത് ആ കൃത്യം നിർവഹിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഏലിയാവിൽ പകർന്ന അഭിഷേകമല്ല പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിലരൊക്കെ പാടാറുണ്ട് ഏലിയാവിന് ഇരട്ടി പങ്ക് എനിക്ക് വേണമേ. പക്ഷെ ഞാൻ പറയുന്നില്ല, എനിക്ക് ഏലിയാവിൽ പകർന്ന അഭിഷേകം വേണം. ഏലിയാവിൽ പകർന്ന അഭിഷേകം എന്ന് പറഞ്ഞാൽ പകയുടെയാണ്, നശിപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു അല്ലേ. ക്രിസ്തുവിൽ പകർന്ന അഭിഷേകം എന്താണ്? അതല്ല. ദാവീദിൽ പകർന്ന അഭിഷേകം കൊല്ലാനുള്ളതായിരുന്നു, യുദ്ധത്തിൽ ജയിക്കാനുള്ളതായിരുന്നു. ശിംശോനിൽ പകർന്ന അഭിഷേകം ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ പഴയ നിയമത്തിന്റെ അഭിഷേകം നോക്കുമ്പോൾ അതൊരു പ്രത്യേകമായിരിക്കുന്ന അഭിഷേകമാണ് അവിടെ പകർന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അഭിഷേകം ഇതൊക്കെ പാടുന്നതുകൊണ്ട് സഭയ്ക്കകത്ത് അടിപിടിയൊക്കെ നടക്കുന്നത്. സാധാരണ പറയും കൊടുത്തു എന്ന് പറയും. ഏലവിൽ പറയുന്ന അഭിഷേകം. അപ്പൊ ദൈവം ചോദിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനമുള്ളവരാണ്? ഏലാവ് ചെയ്തതുപോലെ ഞങ്ങളും ആകാശത്തോട് തീ ഇറക്കിയവരെ നശിപ്പിക്കട്ടെ ചെയ്തു. എന്താ പറഞ്ഞു, നിങ്ങൾ ഏത് ആത്മാവിന്? ഇതാണ് പ്രശ്നം. ആരെങ്കിലും ദൈവത്തെ ഓർത്ത് ഇരട്ടി പങ്കിന് വേണ്ടി പ്രാർത്ഥിക്കരുത് കൊണ്ട് നാളെ പിന്നെ നീ കത്തി വേണ്ട വരുമോ? ഇതെല്ലാം വൈരാഗ്യമായിരിക്കും. തീ ഇറങ്ങി നശിക്കും. അവർക്ക് സഹിക്കാൻ പറ്റും. അതേപോലെ തീ ഇറങ്ങി നശിക്കും. അങ്ങനെ ചെയ്തല്ലേ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ അവരെ തീ ഇറങ്ങി കൊന്നുകളഞ്ഞു. അപ്പം ഈ തീയിറക്കി കൊന്നു കളയുന്നതല്ല നമ്മളിൽ പറഞ്ഞ വിശേഷം, ക്രിസ്തുവിൽ പറഞ്ഞ അഭിഷേകം. അതാ ചോദിച്ചാ പറഞ്ഞത്. അപ്പൊ കർത്താവ് പറഞ്ഞു വേണ്ട അല്ലേ, നിങ്ങൾ ഏത് ആത്മാവിനെ അധീനമെന്ന് ചോദിച്ചു. ഇന്ന് പാടുന്ന പാട്ട് കേട്ട് ഞാൻ പലപ്പോൾ തലേ കഴിയും, എന്റെ കർത്താവേ ഇതെങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർന്ന അറിയാതെ പാടുന്ന കുഴപ്പമില്ല, പാടിക്കോ. പക്ഷെ ഞാനിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് തിരുത്താനൊന്നും ഞാനൊന്നുമല്ലോ കേട്ടോ, ഞാൻ ഏറ്റവും വലിയ ആളാണ്. പക്ഷേ നമ്മൾ പാടുമ്പോഴും ആമയും പറയുമ്പോഴും ചിന്തിക്കണം, ഏലിയാവിൽ പറഞ്ഞ ആത്മാവ് ഏതായിരുന്നു. കർത്താവ് വേണ്ട കുഞ്ഞാ, നിനക്ക് വേണ്ട, ജോലാണോ നിനക്ക് വേണ്ട. ഈ അഭിഷേകമാണ് നിന്നിൽ പകരുന്നത്, എന്നിൽ പകരുന്ന അഭിഷേകം എന്താ? സ്നേഹത്തിന്റെ അഭിഷേകം. പരിസരക്ഷ കൊല്ലുവാനും രക്ഷിപ്പാനും ദൈവത്തിന് കഴിയും. അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. നമ്മൾ കൊല്ലാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്, അല്ല. പ്രവർത്തനത്തിന്റെ വ്യത്യാസമുണ്ട്. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ഏത് ആത്മാവിനെ അന്നേരം എന്റെ അർത്ഥമാണ്. അത് പറഞ്ഞാൽ ഇപ്പൊ യേശു ക്രിസ്തു രക്ഷയ്ക്ക് മാത്രമാണോ ചെയ്യുന്നത്? ഭാഷയുണ്ട്. യേശു ക്രിസ്തു രക്ഷയ്ക്ക് മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞേക്കാം. ശൂന്യത വരുന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പം ശൂന്യത വരുന്ന നമ്മൾ ഇന്നലെ പഠിപ്പിച്ചപ്പോൾ മനസ്സിലാക്കി, ശൂന്യത വരുന്നവരാണ് സാധാരണ എന്ന് പറഞ്ഞത്. 48 സംഗീതമാണോ എന്ന് പറയുന്നില്ല. അവൻ വില്ലൊടിച്ച് കുന്തം തീയിലിട്ട് ഭൂമിയിൽ എത്ര വലിയ ശൂന്യത വരുത്തിയെന്ന് ഈ ഭാഗത്ത് വായിച്ചാണ്. 46 സംഗീതത്തിൽ വായിച്ചു. അപ്പോൾ ശൂന്യത വരുത്തുന്ന പിശാചാണെന്ന് പറയുകയാണെങ്കിൽ ഈ സംഗീതത്തിന് വായിച്ചിട്ട് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? അത് സാധാരണ പറയാം അല്ലേ. എല്ലാം ഒരുപോലെ പഠിക്കരുത്, ഒരുപോലെ മനസ്സിലാക്കരുത്. 46 സംഗീതത്തിൽ വായിച്ചാണ്. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ആദ്യം വായിച്ചു ഭൂമിയിൽ വായു ശൂന്യമാക്കി നാളെ പരിവർത്തിയായിരുന്നു സാധാരണയായിരുന്നു. ഇവിടെ എന്താണ് ശൂന്യത വരുന്നത്? രണ്ട് രീതിയിൽ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം സൃഷ്ടിക്കുകയും ചെയ്യാൻ നശിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഈ പിശാച് വരുന്നത് നന്മയായിരിക്കുന്നതിന് ശൂന്യമാക്കാൻ വേണ്ടിയാണ് അവൻ ബ്ലാക്സോട് ചിറകിൽ വരുന്നത്. എന്നാൽ യേശു വരുന്നത് വിശുദ്ധിയുടെ ചിറകിൽ യേശു വരുന്നത് എന്തിനു വേണ്ടിയാണ്? തിന്മയെ ശൂന്യമാക്കാൻ വേണ്ടിയാണ്. ആണ് വില്ലൊടിച്ച് കുന്തൻ ഇറങ്ങിട്ട് എന്ത് ചെയ്യുന്നു? അത് ശൂന്യത വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാത്താന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നു? ഇത് ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. അപ്പൊ ശൂന്യത വരുത്തുന്ന പറയുമ്പോൾ രണ്ടുകൂടെ ഒരുമിച്ച് പഠിക്കണം. ഒന്ന്, സാത്താൻ വരുത്തുന്ന ശൂന്യത നാശമാണ്. എന്നാൽ ദൈവം വരുത്തുന്ന ശൂന്യത എന്താണ്? അത് നന്മയ്ക്കാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ശൂന്യത അഭിഷേകം പറഞ്ഞിരുന്നു, ശക്തി പകർന്നിരുന്നു. അപ്പൊ ആ അഭിഷേകം കൊണ്ട് അത് കൂടുതലായിട്ട് ഉപയോഗിച്ചത് എന്തായിരുന്നു?
അത് നിഗ്രഹിക്കാൻ വേണ്ടി. കല്ലിന് കണ്ണ്, പല്ലിന് പല്ലെന്നുള്ള നിയമമായിരുന്നു അല്ലേ ആ കാലഘട്ടത്തിൽ കൊണ്ടുവരുന്നത്. എന്നാൽ പുതിയ നിയമത്തെ കർത്താവ് പറഞ്ഞു, എന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം അത് എന്താണ്? നിഗ്രഹിക്കാനുള്ളതല്ല. എന്നാൽ ഇതേ കർത്താവ് തന്നെയാണ് ആരായിട്ട് വരുന്നത്? ന്യായവിധിക്കാനും വരുന്നത്. നിത്യനരകാഗ്നി നൽകുന്ന കർത്താവ് തന്നെയാണ് അല്ലെ. അപ്പോൾ ഈ അഭിഷേകം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ പകർന്ന അഭിഷേകമാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അത് ദൈവസഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. നിങ്ങൾ ശക്തി പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കണം. പരിശുദ്ധാത്മാഭിഷേകം അല്ലാതെ മറ്റൊരു അഭിഷേകം ദൈവസഭയുടെ മേൽ പകരപ്പെടത്തില്ല. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ അത് എന്താണ്? അതാരാണ്? അത് ദൈവിക തൃത്വമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് അതീതമായിട്ട് ഇനി ഒരു ശക്തിയില്ല. ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് വേറൊരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ട? കാത്തിരിക്കേണ്ട. 1-ാം നൂറ്റാണ്ടിൽ നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങ് 1-ാം നൂറ്റാണ്ടിലുള്ളവരെ തികവിലേക്ക് നയിക്കാൻ കഴിയുമെങ്കിൽ അല്ലെ, അവര് കാത്തിരുന്നു. കർത്താവിന് പരിപാടി അന്ന് 1-ാം നൂറ്റാണ്ടിൽ കാത്തിരുന്നു. പൊരുതലേന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? അവർ കാത്തിരിക്കുകയായിരുന്നു. അപ്പൊ അതേ അഭിഷേകം മാറിയിട്ടുണ്ടോ? ഇല്ല. വാസ്തവത്തില് മറ്റൊരു അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് തികച്ചും ദൈവത്തിന് ഹിതമല്ലാത്തൊരു കാര്യമാണ്. കാരണം രക്ഷകനായിരിക്കുന്ന യേശുവിനെ എനിക്ക് പോരാ എന്ന് പറയുന്നത് തുല്യമാണ് പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന് നമ്മളെ തികവിലേക്ക് നയിക്കാൻ പറ്റൂല്ലയോ? പറ്റും. ഇനി അതിനേക്കുള്ള വേറൊരു അഭിഷേക ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമില്ല. ദൈവീയ തൃത്വത്തെക്കാൾ അപ്പുറമായിട്ടുള്ള അഭിഷേകം എനിക്ക് വേണ്ട എന്നാ കർത്താവ് പറഞ്ഞത്. ഇവിടെ യോഹന്നാൻ സാഹ പറഞ്ഞു, നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് തീ കൊണ്ട് എന്ത് ചെയ്യും? അഭിഷേകം ചെയ്യുന്ന പറയുന്നത്. തീ കൊണ്ടുള്ള അഭിഷേകം യാഗപീഠത്തിലെ കനലിലുള്ള അഭിഷേകമാണ്. യാഗപീഠത്തിലെ കനൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു മുദ്രയപ്പെടുവാനുള്ളവരുടെ മേൽ എറിയപ്പെടുവാൻ എത്തുന്നു. അപ്പൊ അവരെ അഭിഷേകം ചെയ്യുമ്പോൾ അവരെ വീണ്ടെടുക്കണം. അപ്പോൾ വീണ്ടെടുക്കണമെങ്കിൽ കുഞ്ഞാണ്ടിന്റെ രക്തം വേണം. രക്തമില്ലാതെ ആരെയും വീണ്ടെടുക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ അംഗീകരിക്കത്തില്ല. ഇസ്രായേൽ ഇന്നുവരെ അംഗീകരിച്ചിട്ടില്ല. അവർ കർത്താവിന്റെ 2-ാം വരെ വരെ അംഗീകരിക്കത്തില്ല. പക്ഷെ 144,000 പേര് ഉൾപ്പെടുന്നവരെ എന്ത് ചെയ്യണം? ഈ സ്വർഗാസനത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവരെ അഭിഷേകം ചെയ്യാൻ വേണ്ടി യേശു യാഗമാറ്റുന്ന നിദാനമായിരിക്കുന്ന സ്വർഗത്തിലെ യാഗപീഠത്തിലെ കനൽ നിറച്ചെറിയുമ്പോൾ ആ കനലിൽ വ്യാപരിക്കുന്ന ദൈവാത്മാവിന് ശക്തിയുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ അത് ക്രിസ്തുവിന്റെ ജീവന്റെ സൗരഭ്യവാസനയുണ്ട്. ഇതാണ് ഇവരിലേക്ക് പകരപ്പെടുന്നത്. അതിനെയാണ് അഗ്നിയുടെ അഭിഷേകം എന്നുള്ളത്. അത് പകരപ്പെടുന്നത് ഇസ്രായേലിൽ നിന്ന് 144,000 പേരെ ആകുവാൻ വേണ്ടിയുള്ളവരെയാണ്. അതിനുവേണ്ടിയാണ് അഗ്നിയുടെ അഭിഷേകം അയക്കുന്നത്. രക്തസാക്ഷികളാകാനുള്ളവരുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകമാണ് അഗ്നിയുടെ അഭിഷേകം. പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാഭിഷേകം വേണ്ട. അഗ്നിയുടെ അഭിഷേകം വേണ്ട. ആരെങ്കിലും പാടുക തീവണ്ടികളുടെ അഭിഷേകം പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അഗ്നിയുടെ അഭിഷേകം വേണ്ട. കാരണം പരിശുദ്ധാത്മാവിനേക്കാൾ അപ്പുറമായിട്ടുള്ള അഭിഷേകം എനിക്ക് വേണ്ട. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിച്ചു. അപ്പൊ എന്താണ് അഗ്നിയുടെ അഭിഷേകം അറിയാൻ വയ്യാത്തതുകൊണ്ട് അത് ഞാൻ പിന്മഴ എന്നുള്ള പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്മഴ എന്നുള്ളത് മുൻമഴയാണ് പരിശുദ്ധാത്മാഭിഷേകം അല്ലെ. സഭയോട് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനാണ് പറയുന്നത് അല്ലെ. ഇങ്ങനെയല്ല പറയുന്നത് അല്ലെ. ആത്മാവിനെ കൈക്കൊള്ളുന്ന പറയും. തീ കൊണ്ട് അഭിഷേകം പ്രാപിക്കാൻ കർത്താവരോടും ദൈവസഭയോട് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. യഹൂദന്മാരെ നോക്കിണ്ടാ പറഞ്ഞത്. 3 രീതിയിലുള്ള സ്നാനം അവർക്കുണ്ട്. ഒന്ന്, അവരോട് യോഹന്നാന്റെ സ്നാനം. 2, കർത്താവ് വെള്ളത്തിൽ നിങ്ങളെ സ്നാനം കഴിപ്പിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു പറഞ്ഞ് തീയുള്ള അഭിഷേകം സ്നാനമുള്ള ബന്ധത്തിൽ പറഞ്ഞതാണ്. പക്ഷെ സഭയ്ക്കുള്ള അഭിഷേകം പരിശുദ്ധാത്മാഭിഷേകം മാത്രമേ ഉള്ളൂ. അനപ്പുറമായിട്ടുള്ള അഭിഷേകം ദൈവസഭയ്ക്ക് വേണ്ട ക്രിസ്തു മുഖാന്തരം തികവിലേക്ക് എത്തിക്കാൻ വേണ്ടി ദൈവിക തൃത്വത്തിന്റെ ആത്മാവാണ് നമ്മൾ വ്യാപരിക്കേണ്ടത്. അതിനേക്കാൾ അപ്പുറമായിട്ടുള്ള അഭിഷേകം വരത്തില്ല. നമ്മളിത് വേണമെന്ന് പറയുന്നതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെ നമ്മൾ ചെറുതാക്കി കാണിക്കും. അത് പോരാ. അതിന് ഇപ്പൊ 1-ാം നൂറ്റാണ്ടിനേക്കാൾ കൂടുതൽ പാവം നടക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവ് പോരാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആളത്തെ മാറ്റമുള്ളതാണോ? ആണോ? അത് എന്നും ഒരുപോലെ ദൈവമാണത് അല്ലെ. ദൈവമാണ്. ഈ ദൈവത്തെക്കാൾ അപ്പുറമായിട്ടുള്ള അഭിഷേകത്തിന് എന്താ വേണ്ടത്? വേണം. അത് മാറ്റമുണ്ടോ? ഇല്ല. 1-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധാത്മാവും 2-ാം നൂറ്റാണ്ടിലെ പരിശുദ്ധാത്മാഭിഷേകവും ഈ അവസാന സമയത്ത് ഉള്ള അഭിഷേകം എന്താണ്? അത് മാറ്റമില്ലാത്ത ദൈവമാണ്. ദൈവത്തിന്റെ അഭിഷേകത്തെക്കാൾ അപ്പുറമായ അഭിഷേകം ആവശ്യമില്ല. പാടുന്നതും പഠിപ്പിക്കുന്നതും തെറ്റാണ്. അതിലേക്ക് ദൈവസഭ പോകരുതെന്നും പ്രത്യേകം പഠിപ്പിക്കും. ഇതിനെ നിങ്ങൾക്ക് തോന്നുകയാണ് പാടിക്കോ, അതിനെ പ്രാപിച്ചോ. അത് ഏഴാവിൽ പറഞ്ഞ അഭിഷേകം പറഞ്ഞ പോലെയാണ്. എനിക്കതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാപിക്കാൻ കുഴപ്പമില്ല. അതെ. അത് അതുകൊണ്ട് 2 സംഭവമാണുള്ളത് പെന്തക്കോസ്ത്.
കൊടിയ കാറ്റടിക്കുന്ന പോലെ കാറ്റടിച്ചു. അവിടെ തീജാല അവിടെ നാവിലെ പകർന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ദൂതന്മാരായി തന്റെ കാറ്റുകളെയും ശുശ്രൂഷന്മാരായി അഗ്നിജാലയും നിൽപ്പിച്ചിരിക്കുന്ന പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാർ എന്ന് പറയുമ്പോൾ കാറ്റും അതുപോലെ തീയും വന്നത് ദൈവത്തിന്റെ ദൂത് അത് അറിയിക്കുന്ന ശുശ്രൂഷ ബന്ധത്തെയാണ് അവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ കാറ്റും തീയും വെളിപ്പെടുവാൻ ഏർപ്പെടുന്നത്. അല്ലാതെ അത് തീയുടെ അഭിഷേകമല്ല അവിടെ നടന്നത്. അപ്പോൾ തന്റെ ഭാഗം എങ്ങനെ പറയുന്ന കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജാലയത്തിന്റെ ശുശ്രൂഷകന്മാരുമാണ്. ഇത് രണ്ടുമാണ് അവിടെ സംഭവിക്കുന്നത്. കാറ്റിനെ തന്റെ ദൂതന്മാരും ദൂതറിയിക്കുന്ന കാറ്റ് പോലെ ലോകത്തെല്ലാവരും ചിലനാണ് ദൈവസഭയുടെ ഉപദേശം. അതിനാണ് കൊടിമുഴക്കം വന്നത്. അതാണ്ടി പറഞ്ഞില്ല. അപ്പൊ ആ കൊടിമുഴക്കത്തോടെ വന്നപ്പോൾ കുടിക്ക് കാറ്റടിക്കപ്പെടുന്നതാണ്. അവിടെ ഇരിക്കുന്നവർ ആരാക്കി തീർക്കുകയാണ്? ദൂതുവായികളായി കൊടുങ്കാറ്റ് പോലെ അയക്കാനുള്ളവരാണ്. അവരെ തീ നാളെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവരുടെ മേലെന്ത് അവരെ ചെയ്തു? അഗ്നിയുടെ ശുശ്രൂഷകന്മാരാക്കി മാറ്റി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കൊടിയ കാറ്റും അതുപോലെ തന്നെ അഗ്നിനാവുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫിലിപ്പാസ്റ്റൊക്കെ പറയാം. അത് തന്നെയാണ് സംഗതി എന്ന് പറയുമ്പോൾ ഞാൻ തീയുടെ അഭിഷേകം അല്ലത്. അത് കർത്താവിന്റെ ദൂതന്മാരെ ഇപ്പൊ കാറ്റിനെ തന്റെ ദൂതന്മാരാക്കുന്നു, അഗ്നിയാലെ തന്റെ ശുശ്രൂഷന്മാരാക്കുന്നു. ശരിക്കും ദൈവസഭ അതല്ലേ? നമ്മൾ തന്നെയാണ്. അതാണ് അഭിഷേകം നമ്മുടെ പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഉപമയാണ് തീ പോലെ. അത് വാസ്തവത്തില് ഭാഷയിൽ ഞാൻ പറയാം. അപ്പൊ അതെന്താന്ന് ചോദിച്ചാല് ഈ നാവ് പകർന്നു പോയതിന്റെ അർത്ഥം മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തുള്ള ഉറവയുണ്ട്. അന്ന് വരെ തുറക്കപ്പെട്ടിരുന്നില്ലായിരുന്നു. ആഴങ്ങൾ പിളർന്നു പറഞ്ഞാൽ ദൈവാത്മാവ് വന്നപ്പോൾ പിളർന്ന നാവ് വെളിപ്പെടുത്തുന്നത് ഈ ആഴങ്ങൾ പിളർന്ന് ഉള്ളിന്റെ ഉള്ളിൽ അന്തരാത്മാവിലുള്ള ദൈവമായി സംസാരിക്കാനുള്ള ഉറവ തുറന്നതിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന ഞാനും നിങ്ങൾ ചെയ്യുന്നത് നമ്മുടെ അതുവരെയുള്ള മനുഷ്യർക്ക് അത് തുറക്കപ്പെട്ടിരുന്നായിരുന്നില്ല. അതുവരെയും അന്തരാത്മാവ് തുറന്ന് ദൈവത്തെ ശുശ്രൂഷകന്മാരായിട്ട് ആരുമില്ലായിരുന്നു. അപ്പോൾ ഈ തീജാല പോലുള്ള ഇത് വന്നപ്പോൾ പിളർന്നിരിക്കുന്ന അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരുടെ നാവിന്മേൽ വന്നപ്പോൾ ഈ സാധാരണ പ്രയോഗിച്ചുകൊണ്ടിരുന്ന നമ്മുടെ നാവിന് ദൈവം എന്ത് ചെയ്തു? ആഴങ്ങൾ പിളർന്ന് എന്ത് ചെയ്തു? ദൈവത്തോട് സംസാരിക്കുന്ന ശുശ്രൂഷകന്മാരാക്കി മാറ്റിയെന്ന് കാണിക്കാനാണ് പിളർന്നിരിക്കുന്ന നാവുകളവർക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആരാണ്? അതുകൊണ്ടാണ് ഭൂതം പറയുന്നത് ഞങ്ങൾക്ക് ചൂടാണ്, ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റുന്ന പറയാൻ കാരണം എന്താ? വചനം അങ്ങോട്ട് ചെല്ലുന്നു. ദൈവവചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും. അപ്പൊ ദൈവവചനത്തിന്റെ ആധികാരികമായിട്ടുള്ള ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ തീ പോലെ വ്യാപരിക്കും. അത് അഭിഷേകം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അഭിഷേകം എന്ന് പറയുന്നത് പ്രത്യേക ഒരു ദൗത്യം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊടുങ്കാറ്റടിച്ചതുപോലെയും പിറന്നിരിക്കുന്ന ഈ ഞാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടതും നമ്മെ ദൈവം ദൂതന്മാരും ശുശ്രൂഷകന്മാരും ആക്കി തീർത്തിരിക്കുന്നു. നാം അഗ്നിജാലയ്ക്കുള്ള അഗ്നിജാലയ്ക്കുള്ള കണ്ണുകളുള്ള കർത്താവിനെ നാം എന്ത് ചെയ്യുന്നു? നാം തുല്യമായി ദൈവത്തെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിഷേകം നമ്മുടെ മേൽപ്പാട്. അല്ലാതെ ഒരു കുറെ ഒച്ച വെച്ചെന്നല്ല എൻ്റെ അർത്ഥം. വലിയ മുഴക്കമുണ്ടായെന്ന് പറയുമ്പോൾ കൊടുങ്കാറ്റടിച്ചു. ദൈവം അവരെ എല്ലാം കിട്ടും ദൂരവാഹികളാക്കി തീർത്തു. കാറ്റുപോലെ അല്ലേ? കൊടുങ്കാറ്റ് പോലെ വ്യാപരിപ്പാൻ ഇടയാക്കുക. അത് മുഖാന്തരം ശുശ്രൂഷകൂടം ഉണ്ടായി. പഴയ നിമിത്ത ശുശ്രൂഷന്മാരൊക്കെ ഭയപ്പെട്ടവരായിരുന്നു. പക്ഷേ കൃപാസനത്തേക്ക് അടുത്ത് ചെയ്യാനുള്ളതായ അഗ്നിയുടെ അഗ്നിമയമായ ഒരു പ്രമാണമാണ് അവിടെ കൊടുത്തത്. മോശയുടെ കൊടുത്തെങ്കിൽ ആ പ്രമാണത്തെക്കാൾ തികവുള്ള പ്രമാണമാണ് ദൈവം നമ്മൾ തന്നിരിക്കുന്നതോട് സുവിശേഷം അറിയിക്കുന്നത്, ദൈവസഭയ്ക്ക് പ്രാർത്ഥിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, നാം ചെയ്യുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷ ബന്ധത്തുള്ള അഗ്നിയെ ശുശ്രൂഷന്മാരാക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ കാറ്റുമാണ്, തീയുമാണ്, ആ അഭിഷേകമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മറ്റൊരു ചോദ്യം സമയമായി. ഓക്കെ, ഒരു ചോദ്യം കൂടി ഉണ്ട്. തീയുള്ള അഭിഷേകം, ഇത് രണ്ടും തീർന്നു വിചാരിക്കുന്നത്. നിത്യകാല സ്വകരാജ്യവും തീയുള്ള അഭിഷേകവും. ഒരു ചോദ്യം ഇവിടെ വന്നിരിക്കുന്നത്, താഴെ പർദീസയില്ലേ
യെഹെസ്കേൽ പ്രവചനം 31:8 38 ചോദിച്ച താഴെ പരദീസയിലെ ഏതൻ താഴേക്ക് പോയതാണോ എന്നുള്ള ചോദ്യമാണ്. സിജു ബ്രദറാണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ യെഹെസ്കേൽ പ്രവചനം 31 അധ്യായം 8 വാക്യത്തിൽ വായിക്കുമ്പോൾ ഏതിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 31 8 വാക്യം, ദൈവത്തെ തോട്ടമാട്ടിലെ ദേവദാരുക്കൾക്ക് അതിനെ മറപ്പാൻ കഴിഞ്ഞില്ല. സരളവൃക്ഷങ്ങൾ അതിന്റെ കൊമ്പുകൾക്ക് തുല്യമായിരുന്നില്ല. അരിഞ്ഞ വൃക്ഷത്തിൽ അതിന്റെ ചിലയോട് ഒത്തിരുന്നില്ല. ദൈവത്തോട്ടത്തിലെ ഒരു വൃക്ഷവും ഭംഗിയിൽ അതിനോട് ഒപ്പമായിരുന്നില്ല. അത് സാരി അതിനോടുകൂടെ ഭൂമിക്കടിയിലേക്ക് പോയി എന്നുള്ളത് ആ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 3-ാം അധ്യായം 11-ാം അധ്യായം 8 വാക്യത്തിൽ ഉണ്ട്, 31 അതിന്റെ 16 വാക്യമാണ്. ഞാൻ അതിനെ കുഴിയിൽ ഉറങ്ങുന്നതോടുകൂടെ പാതാളത്തിൽ തള്ളിയിട്ടപ്പോൾ അതിന്റെ വീഴ്ചയുടെ മുഴക്കത്തിൽ യഹോവയുടെ ചെന്നാളിനെ വിലാപം കഴിച്ചതിന് അകത്തെ പിരിവുള്ള മൂടി. അതിന്റെ ഏത് ഭാഗമാ ബ്രദർ എടുത്തത്? ഏത് ഭാഗമാ സിജു ബ്രദർ? എന്തോ 31:8 എഴുതിയിരിക്കുന്നത്. 31:8 അതിനോടുകൂടെ അസൂയപ്പെട്ടു, അതുകൊണ്ട് യഹോവയെ വളർന്നു പോയി താഴേക്ക് പോയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോ 18 18 വാക്യം 18 ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നീ മഹത്വത്തിലും വലിപ്പത്തിലും ഏതെല്ലാം വൃക്ഷങ്ങളിലെ ഏതിനോട് തുല്യമാകുന്നതിനാൽ നീ ഏതെല്ലാം വൃക്ഷങ്ങളോടുകൂടെ ഭൂമിയുടെ അതോ ഭാഗത്ത് ഇറങ്ങിപ്പോകേണ്ടി വരും. വാളാൽ നികതന്മാരോട് നീ അഗ്രയമോടെ ഇടയിൽ കിടക്കും. അത് ഫറവോനും അവന്റെ സകല പുരുഷന്മാരും തന്നെ എന്ന് യഹോവയായ കർത്താവ് അരുളപ്പാണ്. ഇവിടെ ഈ ഏദൻ തോട്ടം ഇറങ്ങിപ്പോയോ എന്ന് ചോദിച്ചാൽ ഇറങ്ങിപ്പോയി. എപ്പോഴാന്ന് ചോദിച്ചാൽ നോഗയുടെ ജലപ്രളയത്തിന് മുമ്പായിട്ട് ഈ പറയുന്ന ഏദൻ തോട്ടം ഭൂമിക്കടിയിലേക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ പ്രളയം വരുന്ന സമയത്ത് എല്ലാം തീരുന്നതിന് മുമ്പായി ഈ തോട്ടത്തെ കൂടി ദൈവം ചെയ്തു. അത് ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് ഇറക്കി വിടാനായിരുന്നു. അതൊരിക്കലും പർദീസ എന്നുള്ളതല്ല അവിടെ പറയുന്നത്. കാരണം പർദീസയോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാം, ഏദൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയെങ്കിൽ അവിടേക്ക് പിന്നീട് മറ്റൊരു രീതിയിൽ അവിടേക്ക് ആത്മാക്കൾ പ്രവേശിക്കപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ടൊരിക്കലും താഴെയുള്ള പർദീസ അത് ഭൂമിക്ക് കീഴിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്ന ഏദൻ തോട്ടമാണെന്ന് നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. കാരണം ഏദനിൽ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി ചുറ്റിത്തിരിയുന്ന വാളുമായി ദൈവം ദൂതന്മാരെ അവിടെ വെച്ചിരുന്ന് പറയുമ്പോൾ അന്നേരം ഇറങ്ങിപ്പോയില്ല. ആദ്യത്തെ ഇറക്കി വിട്ടപ്പോൾ തന്നെ ഏദൻ ഇറങ്ങിപ്പോയില്ല. അങ്ങനെ അതിനോട് കാവൽ നിർത്തേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇത് ഭൂമി പാഴ്ശൂന്യമായി തീരുന്ന സമയത്ത് ഏദനും എന്ത് ചെയ്തു? നാശം സംഭവിച്ചോ? വെള്ളം കൊണ്ട് ഭൂമി ഓടിയപ്പോൾ ഏത് നാശം സംഭവിച്ചോ? സംഭവിച്ചു. ഈ സംഭവിച്ച സമയത്ത് ഇത് എവിടെ പോയി? എല്ലാ വൃക്ഷങ്ങളോടും കൂടി എന്ത് ചെയ്തു? അടിയിൽ പോയോ? അപ്പൊ ഏതെങ്കിലും അവിടുന്ന് വെള്ളപ്പൊക്കം രക്ഷപ്പെട്ടില്ലെങ്കിൽ അതൊരു തിരുത്തുപോലെ തന്നെ. എല്ലാ ഭൂമിയിലുള്ള സകല സ്ഥലങ്ങളും എല്ലാ പർവ്വതങ്ങൾക്കും മീതെ 15 മീറ്ററോളം എന്ത് ചെയ്തു? വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വരെ അന്നോടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും എന്ത് ചെയ്തു? ഈ വെള്ളപ്പൊക്കത്തോടുകൂടി എന്ത് ചെയ്തു? ഭൂമിക്ക് അടിയിലേക്ക് പോയി. അതിനകത്തുള്ള സകല വൃക്ഷങ്ങളും എന്ത് ചെയ്തു? അടിയിൽ പോയെന്നാണ് പറയുന്നത്. അന്നാണത് പോയത്. അതൊരിക്കലും ഹാബേലിനെ പ്രവേശിപ്പിച്ച സ്ഥലമല്ല. അത് അങ്ങനെയായിരുന്നെങ്കിൽ അത് ആ ഏദൻ തോട്ടം മനുഷ്യൻ ഇറങ്ങിയപ്പോൾ തന്നെ ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് പോകണമായിരുന്നു. അതിനെ അന്നേരം കളഞ്ഞില്ല. കാരണം ദൈവം കാവൽ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ജലപ്രളയം വന്നപ്പോൾ പിന്നീട് എന്തില്ല? ഏദൻ തോട്ടം ഭൂമിയിൽ ഇല്ല. ഉണ്ടോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് യെഹെസ്കേൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ അതോ ഭാഗത്തേക്ക് എപ്പോഴാണ് ഏദൻ തോട്ടം ഇറങ്ങിപ്പോയത്? എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് വെള്ളത്തിലേക്ക് എപ്പോഴാണ് പോയത്? അതുവരെ എന്തുണ്ടായിരുന്നു? ഏദൻ തോട്ടം ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് ഏദൻ തോട്ടം കാത്തിരുന്നത്? അതിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്തു. ഈ പറയുന്ന ദൂതന്മാരെ എന്ത് ചെയ്തു? ചുറ്റിത്തിരിയുന്ന ഗരുവുകളുമായിട്ട് നിർത്തിയിരുന്നു. അതെന്നാ തീർന്നതെന്നാ? വെള്ളപ്പൊക്കം വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാ വൃക്ഷങ്ങളും പോയ കൊടുത്ത് എന്ത് ചെയ്തു? ഏതിനും വെള്ളത്തടിയിൽ പോയി. പക്ഷെ അതിനു മുമ്പ് തന്നെ ഹാബേലൊക്കെ മരിച്ചിരുന്നു അല്ലേ? അപ്പൊ അതുകൊണ്ട് അതല്ല താഴെയുള്ള പർദീസെന്ന് പറഞ്ഞിരിക്കുന്നത്. ഏദൻ തോട്ടം അത് പോയി, അതിന്റെ ആവശ്യമില്ല. അതിന് പൊങ്ങി വരത്തുമില്ല, അതിന്റെ ആവശ്യമില്ല. അത് അവിടെ കൂടി തീരുവാനിടയെത്തുന്നു. ഈ ചോദ്യങ്ങൾക്ക് സംശയം തീർന്നു വിശ്വസിക്കുന്നു. കർത്താവിന്റെ മുഖത്തോട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ന്യായമായ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമുണ്ട്. മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സമ്പാദിക്കാനുള്ള സമയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സമയം തീർന്നുകൊണ്ട് നിർത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. ചോദിച്ചെല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ദയവായി അറിയിക്കുക. ദൈവം വെച്ചാൽ തീർക്കുന്നതായിരിക്കും. ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഇനിയും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ എവിടെ ആളെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.